കോഴിക്കോട് സഹകരണ സൊസൈറ്റിയിലെ ക്രമക്കേടിനിരയായ വയോധികൻ ജീവനൊടുക്കിയതിൽ UDF-നെതിരെ CPIM ഇബ്രാഹിം ഹാജിയുടെ മരണം കൊലപാതകത്തിന് തുല്യമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ ആരോപിച്ചു. മുസ്ലിം ലീഗ് ഉന്നത നേതാക്കളാണ് സൊസൈറ്റിയിലേക്ക് ധനസമാഹരണത്തിന് മുന്നിൽ നിന്നത് എന്നും MB ഗോവിന്ദൻ പറഞ്ഞു. ഈ പണം തരുന്നില്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന കാര്യം കൂടി അദ്ദേഹത്തോട് ഈ DCC സെക്രട്ടറിയോട് പറയുകയുണ്ടായി. പണം തിരിച്ചു കിട്ടണം എന്ന വാശിയിൽ അദ്ദേഹം ഇദ്ദേഹത്തെ സമീപിച്ചു, സുധീർ കുമാറിനെ സമീപിച്ചു. പക്ഷേ പണം തിരിച്ചു കിട്ടുന്ന നിലയില്ല എന്ന് വന്നപ്പോഴാണ് ഏറ്റവും അവസാനം കടുംകൈ ചെയ്തത്. സത്യം പറഞ്ഞാലൊരു ആത്മഹത്യയല്ല, ശരിയായ രീതിയിൽ പറഞ്ഞാൽ ഫലപ്രദമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ അതൊരു കൊലപാതകം തന്നെയാണ്. പറഞ്ഞിട്ടാണ് ഞാൻ മരിക്കും, എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടും ഈ 75 ലക്ഷം ഉറുപ്പികയുടെ ഒരു ഭാഗം പോലും തിരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അതിലേറ്റവും ഗൗരവമുള്ള പ്രശ്നം. DCC സെക്രട്ടറി സുധീർ കുമാറിന്റെ വീടിന് മുന്നിലാണ് ഇബ്രാഹിംകുട്ടി ജീവനൊടുക്കിയത്. വിശദാംശങ്ങളുമായി ബെൻസൺ ബാബു അവിടെ നിന്ന് ചേരുന്നു. ബെൻസൺ, ഒരു ജില്ലയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിന് മുന്നിൽ ഒരു വയോധികൻ ഇങ്ങനെ ജീവനൊടുക്കുക, അതൊരു സാമ്പത്തിക തട്ടിപ്പിൻ്റെ ഭാഗമാണ് എന്ന വിവരങ്ങൾ പുറത്തു വരിക. എന്നിട്ടും വലിയ രാഷ്ട്രീയമായിട്ടുള്ള ചലനങ്ങളൊന്നും കാണുന്നില്ലല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഈ ആത്മഹത്യയിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടി വന്നതെന്നാണ് CPIM ഇപ്പോൾ ആരോപിക്കുന്നത്? സനീഷ്, ഇത് വടകരയിൽ പ്രവർത്തിക്കുന്ന കടത്തനാട് ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന ഒരു സഹകരണ സംഘമാണ്. അത് 13 വർഷം മുമ്പാണ് ആ ഒരു സഹകരണ സംഘം സ്ഥാപിതമായത്. അത് ഈ നിർമ്മാണ പ്രവർത്തികളുടെ കോൺട്രാക്ട് എടുത്ത് നടത്തുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു സഹകരണ സംഘമാണ്. അവിടെ നിരവധിയായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ വൻ തുക നിക്ഷേപമായി നൽകിയിരുന്നു. അതിന്റെ ഈ നിക്ഷേപ തുക സമാഹരണത്തിന്റെ ഉദ്ഘാടനമൊക്കെ നടത്തിയത് ലീഗിന്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും മുതിർന്ന സംസ്ഥാന നേതാക്കളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആളുകൾ കാര്യമായി തന്നെ പണം നിക്ഷേപിച്ചു. ഇപ്പോൾ ഈ മരിച്ച ഇബ്രാഹിം, അദ്ദേഹം 75 ലക്ഷത്തോളം രൂപയായിരുന്നു അവിടെ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ കുറച്ച് നാളുകൾ കൃത്യമായി എല്ലാ മാസവും പലിശയൊക്കെ കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ടേക്ക് പലിശയൊക്കെ കിട്ടുന്നത് തവണയായി കുറഞ്ഞു വരുന്നു. അത് പിന്നീട് ഇല്ലാണ്ടാവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ പലപ്പോഴും ഇബ്രാഹിം അടക്കമുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ ഈ സൊസൈറ്റിക്ക് കീഴിലുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളെ ബന്ധപ്പെടുകയും ഈ പണം തിരികെ നൽകണമെന്ന ആവശ്യം അവിടെ വെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവർക്ക് ഈ ചെക്ക് മാറുന്നതുമായി ബന്ധപ്പെട്ടും അങ്ങനെ പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് പണം നൽകാനാവില്ല എന്നുള്ളതായിരുന്നു ഈ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നും ഇവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇദ്ദേഹം മരിച്ച അല്ലെങ്കിൽ ഇദ്ദേഹം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ആ വീട് അല്ലെങ്കിൽ മരിച്ച ആ വീട് എന്ന് പറയുന്നത് DCC സെക്രട്ടറി സുധീർ കുമാറിന്റെ വീടാണ്. അദ്ദേഹമായിരുന്നു ഈ പണം നൽകുന്ന ഘട്ടത്തിൽ ഈ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഇബ്രാഹിം ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിൽ പണം ലഭിക്കാത്ത ആളുകൾ ഈ സഹകരണ സംഘത്തിൽ എത്തുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തോട്ട് വരുന്നത്. നിരവധി ആളുകൾക്ക് ലക്ഷക്കണക്കിന് രൂപ ലഭിക്കാനുണ്ട് എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഇതേ ഇബ്രാഹിം ഈ DCC സെക്രട്ടറിയുടെ വീട്ടിലെത്തുകയും തനിക്ക് പണം ലഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ ഈ സൊസൈറ്റിയിൽ എത്തുകയും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അത് ഈ പണം ലഭിക്കാത്ത സാഹചര്യത്തിലായിരുന്നു അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അന്നും ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നു തനിക്ക് പണം ലഭിക്കാത്ത സാഹചര്യം വരികയാണെങ്കിൽ ഈ സൊസൈറ്റി ഉൾപ്പെടെ താൻ കത്തിക്കും എന്നടക്കം ഇദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ആരും അതിനെ കാര്യമായി എടുത്തിരുന്നില്ല. പക്ഷേ ഇന്നലെ ഇദ്ദേഹം നേരെ ഈ DCC സെക്രട്ടറി സുധീർ കുമാറിന്റെ വീട്ടിലെത്തുകയും കയ്യിലുണ്ടായിരുന്ന പെട്രോൾ ദേഹത്തൊഴിക്കുകയും അങ്ങനെ സ്വയം ജീവനൊടുക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ഏകദേശം 60% പൊള്ളലേറ്റ് ഇദ്ദേഹം ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയോടെയാണ് മരിക്കുന്നത്. ഇന്നെന്തായാലും അദ്ദേഹം ഈ കുടുംബത്തിൽ നിന്നൊക്കെ മാറി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഏകദേശം 75 ലക്ഷത്തോളം രൂപ ഇവിടെ നിന്നും ലഭിക്കാനുണ്ട്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. അതിലാണ് 75 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയൊരു തുകയാണല്ലോ. അദ്ദേഹത്തിന് 75 ലക്ഷം രൂപ ഒരു സൊസൈറ്റിയിൽ നിന്ന് നൽകാനുണ്ടായിരുന്നു. എന്നിട്ട് അത് ആവശ്യപ്പെട്ടിട്ടും നൽകുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ അറിയിച്ചിട്ട് പോലും ആ തരത്തിലുള്ളൊരു ഗൗരവത്തോടെയുള്ള ഇടപെടൽ ഈ സുധീർ കുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. സുധീർ കുമാർ ഒരു പാർട്ടി നേതാവായതുകൊണ്ട് ആ പാർട്ടിയുടെ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസിൻ്റെ ജില്ലാ ഘടകത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെയൊരു ആത്മഹത്യ നടത്തിയിട്ട് ആ നിലക്കുള്ള ഇടപെടൽ പാർട്ടിയുടെ ഭാഗത്തുണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? ഈ സുധീർ കുമാർ എന്താണ് പറയുന്നത്? DCC പ്രസിഡന്റിനോടൊക്കെ ആളുകൾ ആരും ചോദിക്കുന്നില്ല എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അവരുടെ പ്രതികരണമെന്ന്?
സനീഷ്, നിലവിൽ ഇതുവരെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ വന്നിട്ടില്ല. ഈ സുധീർ കുമാറിന്റെ ഫോൺ നിലവിൽ സ്വിച്ച് ഓഫ് ആണ്. അദ്ദേഹം ഒളിവിൽ പോയിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ഈ ഒരു ആത്മഹത്യാ ശ്രമം നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നു. അദ്ദേഹം മുൻ പ്രസിഡന്റാണ്. അതായത് ഈ ഇബ്രാഹിം പണം നൽകുന്ന ഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു, ഇതിന്റെ താക്കോൽ സ്ഥാനത്തുണ്ടായിരുന്നു, അതിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്നതും. അപ്പോൾ നിലവിൽ അദ്ദേഹം അതിന്റെ പ്രസിഡന്റ് അല്ല. പക്ഷേ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ആത്മഹത്യാ ശ്രമം നടത്തിയത് കൊണ്ട് തന്നെ ആവണം അദ്ദേഹം ഇന്നലെ രാത്രിയോട് കൂടി തന്നെ ഒളിവിൽ പോവുകയും ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. നിലവിൽ ഇതുവരെയും എന്താണെങ്കിലും DCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ടുള്ളൊരു വിശദീകരണം ലഭിച്ചിട്ടില്ല. അല്പസമയത്തുള്ളിൽ തന്നെ അത് ലഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇതിന്റെ യാഥാർത്ഥ്യം ഇത്തരത്തിലാണ്. നിരവധിയായിട്ടുള്ള ആളുകൾക്ക് വലിയ തുക ലഭിക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ ആളുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ മുതിർന്ന നേതാക്കൾ, പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടായിരുന്നു ഇതിന്റെ ധനസമാഹരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ധനശേഖരണവുമായി സമാഹരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളും നേരിട്ടെത്തുകയും അത്തരത്തിൽ പ്രചാരണം നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അവരുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളും അവരുമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ വലിയ തുക നിക്ഷേപമായി നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സൊസൈറ്റിയുടെ പ്രവർത്തനം കൃത്യമായി നടന്നില്ല. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആ സൊസൈറ്റിക്ക് ഉണ്ടായിരുന്നു. ഇത് കൃത്യമായി ബോധ്യപ്പെടുത്താനോ അതിനെ മറികടന്ന് ഈ ആളുകളുടെ അല്ലെങ്കിൽ ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാക്കാത്ത രീതിയിൽ ഈ സംവിധാനത്തെ മുൻപോട്ട് കൊണ്ടുപോകാനോ ഈ സൊസൈറ്റിക്ക് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ മരിച്ച ഇദ്ദേഹത്തെ പോലെ തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ ഈ സൊസൈറ്റിയിൽ എത്തുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും തങ്ങൾക്കും പണം ലഭിക്കണമെന്ന ആവശ്യം മുൻപോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഈ സൊസൈറ്റി ആദ്യം നിലനിന്നിരുന്ന ആ പ്രദേശത്ത് നിന്നും ആ കെട്ടിടം മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും ഇപ്പോൾ ഒരു ചെറിയ ബോർഡ്, അതായത് ഇതൊരു സൊസൈറ്റി അതിനൊരു വലിയ ബോർഡൊക്കെ ഉണ്ടാകുമല്ലോ നമ്മൾ സാധാരണയായി കാണുന്ന പോലെ, അത്തരത്തിലൊന്നും ഇല്ലാതെ ഒരു ചെറിയ ബോർഡൊക്കെ ആയിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നുമാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതായത് പൂർണ്ണമായും തന്നെ ആ സൊസൈറ്റിയുടെ പ്രവർത്തനം ഏകദേശം നിർജീവാവസ്ഥയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി തന്നെ ഇത് കൂടുതൽ വലിയ ചർച്ചകളിലേക്കും വലിയ വിവാദങ്ങളിലേക്കും പോകാൻ സാധ്യതയുണ്ട്. കൂടുതൽ ആളുകൾ പണം തിരികെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇനിയും ഈ സൊസൈറ്റിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഇദ്ദേഹത്തിന്റെ മൃതദേഹവുമായി അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഈ സുധീർ കുമാറിന്റെ വീട്ടിലെത്തി പ്രതിഷേധിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ ഈ കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിലും വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് ഈ ഒരു ആത്മഹത്യ കാരണമാകും. ഈ സൊസൈറ്റിയുടെ നിശ്ചയമായിട്ടും വളരെ വളരെ നന്ദി പ്രവർത്തനം ബെൻസൺ. ആ വിവരങ്ങൾക്ക് എന്തായാലും രാഷ്ട്രീയ കോലാഹലങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ട് വലിയ വിമർശനങ്ങൾ ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമാണത്. കാരണം ഇതിപ്പോൾ ഒന്നാമത്തെ സംഭവമല്ല. വയനാട്ടിൽ നമുക്ക് ഓർമ്മയുണ്ട്, NM വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും ആത്മഹത്യയിലേക്ക് നയിച്ചത് ഇതുപോലെ ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ വേണ്ട വിധത്തിൽ ഈ ധനസമാഹരണ സംഗതികളും പണം കൈമാറ്റം പോലുള്ള കാര്യങ്ങളിൽ അവരുടെ ശേഷിയില്ലായ്മയും അവരുടെ കുറ്റകരമായിട്ടുള്ള ഇടപെടലും കൊണ്ടാണ് മനുഷ്യർക്ക് മരിക്കേണ്ടതായിട്ട് വന്നത്. NM വിജയനും മകൻ്റെയും മരണത്തിൻ്റെ കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ നിന്നാണെങ്കിൽ ഇത് കോഴിക്കോടേക്ക് വന്നിരിക്കുന്നു. ഇതിങ്ങനെ ആവർത്തിക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് കൂടെ ഈ DCC സെക്രട്ടറിയുടെ വീടിന് മുന്നിലേക്ക് പോയിട്ട് ആത്മഹത്യ ചെയ്യേണ്ടുന്ന സാഹചര്യം വന്നിരിക്കുന്നു എന്നതാണ് അതിലേറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം.